കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ. തിരക്ക് കാരണം എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവറൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് വിഷു ആണെന്ന് അറിയാം. വിഷു സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല, എങ്കിലും ഇത് കിടക്കട്ടെ നമ്മുടെ ചാനൽ. ഈ ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് അത്താഴം കഴിക്കാൻ പറ്റിയൊരു കഞ്ഞിയും കൂടെ ഒരു തോരനാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ചെറിയ നുറുക്ക് ഗോതമ്പിൻ്റെ കഞ്ഞിയും നമ്മുടെ പാടത്തൊക്കെ വിളഞ്ഞുണ്ടാവുന്ന ചെറിയ മത്തങ്ങയില്ലേ, ആ മത്തങ്ങയുടെ തോരനാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഒരു പക്ക ഡയറ്റ് മീലൊന്നും അല്ല, എന്നാലും ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ ആഹാരം. കഞ്ഞി ഉണ്ടാക്കാനുള്ള വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് നുറുക്ക് ഗോതമ്പ് കഴുകി വെള്ളത്തിലിടുന്നുണ്ട്. ഗോതമ്പിൻ്റെ കഞ്ഞി വെന്ത് വരാനായിട്ട് അധികം സമയം വേണ്ട. ആ സമയം കൊണ്ട് നമുക്ക് മത്തങ്ങ അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ മത്തങ്ങയാണ്. ചെറിയ മത്തങ്ങ മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല, പകുതി മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ആ പകുതി ആവശ്യമുള്ള കഷ്ണം അത് തന്നെ നമ്മൾ കഴുകി എടുക്കുന്നതിനും അരിയാനുള്ള എളുപ്പത്തിനും തോല് കളയുന്നതിനും വേണ്ടിയിട്ടൊക്കെ നമ്മളിങ്ങനെ റാ എന്നുള്ള ഷേപ്പിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇങ്ങനെ ആ റാ എന്നുള്ള ആ ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുത്തതിന് ശേഷം അതിനകത്തുള്ള അരിയും ചോറും ഒക്കെ എടുത്ത് കളയണം. എന്നിട്ട് നമ്മൾ ആ തോലൊന്ന് കളഞ്ഞെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. കപ്പങ്ങ അല്ലെങ്കിൽ ഓമക്കായൊക്കെ തോരൻ വെക്കാനായിട്ട് അരിയുന്നത് പോലെ അരിയുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് അരിഞ്ഞെടുക്കാനും പറ്റും. അതുപോലെ തന്നെ തോരൻ വെച്ചാലും നല്ല ടേസ്റ്റും ആയിരിക്കും. കഞ്ഞി അങ്ങനെ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മത്തങ്ങ തോരൻ വെക്കുന്നത് നല്ല നാടൻ കാന്താരിമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ. അങ്ങനത്തെ ആ മത്തങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാള കൂടെ നമ്മൾ ഇതുപോലെ അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കഞ്ഞി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഇളക്കി ഞാൻ മാറ്റി വെക്കുവാണ്. ഇനി ഒരു ചീനച്ചട്ടി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 8-10 വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരിയും കൂടെ വേണം കേട്ടോ. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതാ ചീനച്ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാവേ. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ മത്തങ്ങയും സവാളയും എല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ മത്തങ്ങ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ചൂട് കയറുമ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആവും. ഈ സമയത്ത് നല്ല കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ആ തേങ്ങാപ്പീര കൂട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയെങ്കിലും നമ്മൾ നന്നായിട്ട് തിരിഞ്ഞെടുക്കണേ. മിക്സിയിൽ ക്രഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അരച്ചെടുക്കുകയോ ഒന്നും വേണ്ട കേട്ടോ. തിരിഞ്ഞ പോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കാന്താരിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് തട്ടിപ്പൊത്തി ഒന്ന് മൂടി വെച്ച് വേവിക്കും. മൂടി വെച്ച് വേവിക്കുമ്പോൾ സിമ്മിലിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കണേ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഒരു തുള്ളി പോലെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതില്ല. മത്തങ്ങ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മത്തങ്ങയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ വേകുന്നത് കൊണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. തോരൻ ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന പരുവത്തിനേക്കാളൊക്കെ എനിക്കിഷ്ടം ഇങ്ങനെ വിട്ട് ഒന്നിലൊന്നേ തൊടാതിരിക്കുന്നതാണ്. ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും അടുപ്പ് ഓഫ് ചെയ്യും. അപ്പോൾ എനിക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് കഞ്ഞിയും തോരനൊക്കെ ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ.